നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവ മസാലയാണ്. അപ്പം കൂന്തൽ എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓല കണവയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്, 15 അല്ലി വെളുത്തുള്ളിയും 1 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും നല്ലതുപോലെ ചതച്ചെടുത്തതാണ്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കണവ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതാണ്. 3/4 കിലോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കുക്കർ വെച്ചേക്കുവാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുവാണ്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടി ഒന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാൽ മതി. അപ്പോൾ ഇത് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഈ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ അടച്ച് വെച്ചിട്ടാണ് വഴറ്റുന്നത്. ഇനി ഇപ്പം ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഈ ഉള്ളിലെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമാണ്, പിന്നെ അല്പം കുരുമുളക് പൊടിയുടെ എരിവാണുള്ളത്. ഇപ്പം നല്ലതുപോലെ പച്ചമുളകൊക്കെ മാറി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ മാറിയിട്ടുണ്ട്, നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കണവ ചേർക്കുവാണ്. ഇത് വലിയ കണവ ആയതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് കട്ട് ചെയ്തേക്കുന്നത്. ചെറിയ കണവയാണെങ്കിൽ നമുക്ക് സർക്കിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുവാണ്. 1.25 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇപ്പം വെള്ളം ചേർക്കാൻ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം എന്താ ഇതുപോലെ ഇറങ്ങി വരും. ഇനി നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോവും. അപ്പം നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, ചേർക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരുന്നിടം വരെയാണ് ഇത് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഇത് 6 വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ കംപ്ലീറ്റ് പോയിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തേക്കുന്നത്. നമുക്ക് എന്നിട്ടും ഇതിലൊട്ടും വെള്ളം ചേർത്തില്ല, എന്നിട്ടും ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. ഇതിൽ നല്ലതുപോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിൽ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ കുറച്ചും കൂടി വെള്ളമുള്ളത് ഒന്ന് പറ്റിച്ചെടുക്കുവാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ മസാലയൊന്നും ഇതിൽ നല്ലോണം പിടിക്കത്തില്ല. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിനായിട്ട് ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തേക്കുവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കണവയിലേക്ക് ചേർത്ത് കൊടുക്കാം.
തണുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി കൂടെ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും ഗ്രേവി. അപ്പോൾ കറക്റ്റായിട്ട് ഗ്രേവി വേണമെങ്കിൽ ഇച്ചിരി കൂടെ പറ്റിച്ചെടുത്താലും മതി. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കണവ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഒരു കുക്കറിൽ തന്നെ ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്. റോസ്റ്റ് വേറെയാണ്, റോസ്റ്റ് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് മസാല കറി ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്. ഇത് ചോറിലൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.